CPM തോറ്റാൽ എന്ത് സംഭവിക്കും? ജിമ്മി, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി ഉണ്ടാകുമോ? അത് CPM തോക്കണം. അതൊന്ന് ദൈവത്തിനും കാൾമാർക്സിനും എന്ന് മാത്രമേ നമ്മൾ ചോദിച്ചുള്ളൂ. തോറ്റെന്ന് പറഞ്ഞില്ല. അത് ദൈവത്തിനും കാൾമാർക്സിനും മാത്രമേ അറിയാവൂ. അതോടെ നിൽക്കട്ടെ. പക്ഷേ CPM തോറ്റാൽ മാത്രം പോരാ. CPM വലിയ പരാജയം ഏറ്റുവാങ്ങുന്നതും CPM പരാജയപ്പെടുന്നതും. CPM പരാജയപ്പെട്ടാൽ ഇതാണ് നമ്മൾ രണ്ട് സിനാരിയോ. CPM ചെറിയ പരാജയമാണെങ്കിൽ CPMനകത്തുള്ള വലിയ പ്രകമ്പനങ്ങൾക്ക് സമയമെടുക്കും. പ്രകമ്പനം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷേ വലിയ പരാജയമാണെങ്കിൽ ഇപ്പോൾ തന്നെ CPMവുമായി പറ്റിക്കൂടി നിൽക്കുന്ന ആളുകൾ പലരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ പിണറായി വിജയൻ്റെ മുഖം പാരയായി മാറിയോ, പിണറായി വിജയൻ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുത്തത് ശരിയായോ മുതലായ അങ്ങനെയല്ലേ എന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. 6 മണിക്ക് ശേഷം വന്ന പോസ്റ്റുകൾ. അതെ 6 മണിക്ക് ശേഷം വന്ന പോസ്റ്റുകൾ. നമുക്ക് ആളുകളുടെ പേരും അറിയാം. അപ്പം ആ ഒരു സാധനം CPMനകത്ത് ചർച്ച ആകാൻ വേണ്ടി ഇങ്ങനെ തിളച്ച് കിടപ്പുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഉണ്ടായാൽ ശരിയായിട്ടുണ്ടാകും. അത് പിണറായി വലിയ പരാജയം എന്ന് പറഞ്ഞാൽ മന്ത്രിമാരെ ബഹുഭൂരിപക്ഷവും തോക്കുകയും വളരെ പ്രധാനപ്പെട്ട കോട്ടക്കൊത്തളങ്ങളിൽ അടിവേരിളകുകയും ചെയ്താൽ ആ ചർച്ച ഉണ്ടാകും. അത് ഡെഫിനറ്റായിട്ടും ഉണ്ടാകും. ഇപ്പോൾ തന്നെ കണ്ണൂരിൽ 2 പ്രധാനപ്പെട്ട നേതാക്കൾ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന് മത്സരിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ജി സുധാകരൻ അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കണ്ണൂരിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കണ്ണൂരിൽ 2 നേതാക്കൾ അങ്ങ് ഒരു ദിവസം രാവിലെ ഇറങ്ങി മത്സരിച്ചതുമല്ല. അതിന് പിന്നിൽ കണ്ണൂരിൽ തന്നെയുള്ള ഒരുപാട് അടിയൊഴുക്കുകളുണ്ട്. കുറേ കാലത്തെ അധികാരത്തിൻ്റെയും പാർട്ടിയിലെ അധികാര കേന്ദ്രീകരണത്തിൻ്റെയും വലിയ പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം ബഹിർസ്ഫുരണമാണ് ആ 2 പേർ പുറത്തിറങ്ങിയത്. അത് ചിലപ്പോൾ ഈ വലിയ പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ കണ്ണൂരിൽ തന്നെ ചിലപ്പോൾ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോലും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ CPM ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകാനാണ് സാധ്യത, പരാജയം കാര്യമായി ഉണ്ടെങ്കിൽ. ഇനി അതുമാത്രമല്ല, LDFലോ CPI വെറുതെ ഇരിക്കുമെന്ന് കരുതുന്നുണ്ടോ? കഴിഞ്ഞ 10 വർഷമായി അടക്കിപ്പിടിച്ച പല കാര്യങ്ങളും CPIയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി പറഞ്ഞില്ലെങ്കിലും തൊട്ടു താഴെയുള്ള നേതാക്കന്മാരും റാങ്ക് ആൻഡ് ഫയലും തെരുവിൽ ഇറങ്ങുമെന്ന് പറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. CPIയുടെ വായിലിരിക്കുന്നതായിരിക്കും കേൾക്കാൻ പോകുന്നത്. ഇനി CPI നേതൃത്വത്തെയും അണികൾ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് സംഭവിക്കുന്നതെങ്കിൽ CPIയുടെ പ്രധാനപ്പെട്ട MLAമാരെല്ലാം തോക്കുന്ന, മത്സരിക്കുന്ന വകുപ്പുകൾ മിക്കവാറും എല്ലാം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട എല്ലാവരും തോക്കുന്ന ഒരു സിനാരിയോ ആയിരിക്കുമല്ലോ വരാൻ പോകുക. കാരണം സീറ്റുകൾ കുറവാണ് അവർക്ക്. അത് CPI അകത്തുണ്ടാക്കുന്ന പൊട്ടിത്തെറിയും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. പറയേണ്ട സമയത്ത് പകുതി പറഞ്ഞു നിർത്തി നിങ്ങളുടെ പ്രതിഷേധങ്ങൾ എന്നത് ഈ ആദ്യ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നു. ഈ സർക്കാരിൻ്റെ കാലത്ത് PM ശ്രീയിൽ അവരത് അത് മറികടന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് CPIയിലും ചർച്ച വരും. ചുരുക്കത്തിൽ CPI തോക്കുകയാണെങ്കിൽ, LDF തോക്കുകയാണെങ്കിൽ എത്ര സീറ്റിന് തോക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ അസംഷൻ്റെ ആധാരം. വലിയ ഭൂരിപക്ഷത്തിനാണ് തോൽവിയെങ്കിൽ വലിയ മാറ്റം